ഇന്നൽ ഹംദലില്ലാഹി റബ്ബിൽ ആലമീൻ വല്ലാഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വഉസല്ലി വഉസല്ലിമു അലാ അശ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിരില്ലല്ലാഹ്. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. بسم الله الرحمن الرحيم. يا بني آدم قد أنزلنا عليكم لباسا يواري سوآتكم وريشا ولباس التقوى ذلك خير ذلك من آيات الله لعلكم يذكرون. رب اشرح لي صدري ويسر لي أمري. സ്നേഹാദരണീയരായ സത്യവിശ്വാസി വിശ്വാസിനി സഹോദരങ്ങളെ, സർവലോക രക്ഷിതാവായ അള്ളാഹുവിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യകളും സ്വന്തം ജീവിതത്തിന്റെ എല്ലാ രംഗത്തും അള്ളാഹുവിനെ സ്നേഹിച്ച് ജീവിക്കണമേ എന്ന് ആദ്യമായി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഇന്ന് ലോകത്ത് ഒളിഞ്ഞും തെളിഞ്ഞും ഇസ്ലാമിനെതിരെ പല ആരോപണങ്ങളും ശത്രുക്കൾ ഉന്നയിക്കാറുണ്ട്. ആ ആരോപണങ്ങളിൽ എക്കാലഘട്ടത്തിലും മുസ്ലിം സമൂഹത്തിന്റെ ഉള്ളിലുള്ള ആളുകളും മുസ്ലിം സമൂഹത്തിന്റെ പുറത്തുള്ള ശത്രുക്കളും ഒരുമിച്ച് ആരോപിക്കുന്ന ഒരു വിഷയമാണ് ഇസ്ലാമിലെ വസ്ത്രധാരണം എന്നുള്ളത്. അതിലേറ്റവും കൂടുതൽ ശത്രുക്കൾ ലക്ഷ്യം വെക്കാറുള്ളത് മുസ്ലിം സ്ത്രീകളെയാണ്, സഹോദരിമാരെയാണ്. ഒരു ഭാഗത്ത് തലമറയ്ക്കുന്ന സ്ത്രീകളെ ദൈവത്തിന്റെ മണവാട്ടികൾ എന്ന് വാദിക്കുന്ന സമയത്ത് തന്നെ മാന്യമായി ശരീരം മറയുന്ന വസ്ത്രം ധരിച്ച് തലമറച്ച് ആളുകൾക്കിടയിൽ ഭംഗിയായി ജീവിക്കുന്ന സ്ത്രീകളെ നോക്കി ചില ആളുകൾ ആരോപിക്കാറുണ്ട്, ഇസ്ലാം എന്നാൽ ഒരു വല്ലാത്ത ചട്ടക്കൂടിനുള്ളിൽ, ഒരു ചാക്കിനുള്ളിൽ പെണ്ണുങ്ങളെ കൊണ്ടു നടക്കുന്ന മതമാണ് ഇസ്ലാം എന്ന അർത്ഥത്തിൽ ആരോപണം ഉന്നയിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പരിധിവരെ ന്യൂനപക്ഷങ്ങളെ, ദുനിയാവ് ആഗ്രഹിക്കുന്ന മക്കളെ, ഭാര്യമാരെ സ്വാധീനിക്കാൻ ഇത്തരം ആരോപണങ്ങൾക്കും പറ്റിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ സ്ത്രീകളുടെ പുരോഗമനമെന്നാൽ, സ്ത്രീ ശാക്തീകരണമെന്നാൽ അത് വസ്ത്രമൈക്കലാണെന്നും ശരീരത്തിൽ ധരിച്ചിരിക്കുന്ന വസ്ത്രത്തിന്റെ അളവ് കുറയ്ക്കലും അന്യ പുരുഷന്മാർക്കിടയിൽ ആകൃഷ്ടമാക്കപ്പെടുന്ന വസ്ത്രം ധരിക്കലുമാണ് പുരോഗമനം
എന്ന് ചിന്തിക്കുന്ന ഒരു കൂട്ടം സ്ത്രീകൾ ഇന്ന് സമൂഹത്തിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. മറ്റൊരു കൂട്ടരെ സംബന്ധിച്ചിടത്തോളം ആണ് പെണ്ണായും പെണ്ണ് ആണായും, ആണിനെ പോലെ വസ്ത്രം ധരിച്ച് ആണിനെ പോലെ മത്സരിച്ച് ഞങ്ങൾക്ക് ജെൻഡർ ന്യൂട്രാലിറ്റി വേണം, ഞങ്ങൾ ആണുങ്ങളെക്കാളും മേലെയാവണം എന്ന ഫെമിനിസ ചിന്തയോടുകൂടി പുരുഷന്മാരോട് മത്സരിക്കുന്നു, സമൂഹത്തോട് സംവദിക്കുന്നു എന്ന പേര് പറഞ്ഞ് ആണിന്റെ വസ്ത്രമിട്ട് നടക്കും. മൂന്നാമത്തൊരു കൂട്ടർ കേവലം ദുനിയാവിലെ നൈമിഷികമായ ലൈക്കിനും ഷെയറിനും വേണ്ടി അവനവന്റെ ഉടുത്തുണി ഉരിയുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇന്ന് ഞാനും നിങ്ങളും. കാരണം ശരീരം ഉരിഞ്ഞാലേ ശ്രദ്ധിക്കപ്പെടൂ, വസ്ത്രം അഴിച്ചാലേ ശ്രദ്ധിക്കപ്പെടൂ. ശരീരത്തിന്റെ ഭാഗങ്ങളിലുള്ള വസ്ത്രങ്ങൾക്കൊക്കെ ഇറുക്കവും ആളുകളെ ആസ്വദിപ്പിക്കുന്ന ചില കീറലുകളുമൊക്കെ ഉണ്ടെങ്കിലേ അവനവന്റെ ചാനലുകളൊന്ന് ഭംഗിയാവൂ എന്ന തെറ്റിദ്ധാരണയോടുകൂടി കുടുംബത്തിലെ സ്ത്രീകൾ പോലും വസ്ത്രമയിച്ചിടുന്ന ഒരു സോഷ്യൽ മീഡിയ ലോകത്താണ് ഇന്ന് ഞാനും നിങ്ങളും. ഇതൊക്കെ കേൾക്കുമ്പോഴും ഇതിനെതിരെ സംസാരിക്കുമ്പോഴും എന്നും മുസ്ലിം സമൂഹത്തിലുള്ള ചില ആളുകൾ, നവയാഥാസ്ഥികർ, അവർ പരിഹാസത്തോടുകൂടി ചോദിക്കുന്ന ഒരു ചോദ്യം, നിങ്ങൾ എന്തിനതൊക്കെ കാണണം? നിങ്ങൾക്കതൊക്കെ അങ്ങ് പൂട്ടിവെച്ചാ പോരെ? നിങ്ങൾ എന്തിന് ഫേസ്ബുക്ക് ഉപയോഗിക്കണം? നിങ്ങൾ എന്തിന് വാട്സപ്പ് ഉപയോഗിക്കണം? നിങ്ങൾ എന്തിന് സോഷ്യൽ മീഡിയ ഉപയോഗിക്കണം? താല്പര്യമുള്ളവർ കണ്ടാ പോരെ, ബാക്കിയുള്ളവരങ്ങ് അടിച്ചുവിട്ടാ പോരെ എന്ന് ചോദിച്ച് ന്യായീകരിക്കുന്ന മുസ്ലിം കുടുംബങ്ങളും അമുസ്ലിം സമൂഹങ്ങളും നമ്മൾക്കിടയിലുണ്ട്. അവരോട് ഉലമാക്കൾ കൊടുക്കുന്ന ഒരു മറുപടി, സോഷ്യൽ മീഡിയ ആയാലും നാടായാലും അതൊരു പൊതു പ്ലാറ്റ്ഫോമാണ്. അവിടെ ഇന്നവരെ കയറാൻ പാടുള്ളൂ, ഇന്നവർക്കേ സാഹചര്യമുള്ളൂ എന്നൊരാളും ഒരു നിബന്ധന വെച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ പൊതുസമൂഹത്തിന്റെ മുൻപിൽ ഇത്തരത്തിൽ വേഷം കെട്ടുന്നത് നോക്കുന്ന ആളുകൾ കണ്ണു തിരിച്ചാ പോരെ, അവരെ മനസ്സിനല്ലേ കുഴപ്പം എന്നല്ല ഒരാൾ ചിന്തിക്കേണ്ടത്. എന്നിട്ട് അവരുപമിച്ചു, ഒരു നാട്ടിലെ പൊതുസമൂഹത്തിൽ വന്ന് വിസർജിച്ചു വെച്ചവര് ഒരു അങ്ങാടിയിൽ വിസർജിച്ചു വെച്ചിട്ട് അതാരും മണക്കരുത്, താല്പര്യമുള്ളവര് മണത്താ മതി എന്ന് പറയുന്നവരെ പോലെയാ മാന്യമായി വസ്ത്രം ധരിക്കാതെ അങ്ങാടിയിൽ ഇറങ്ങി അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഇറങ്ങി സൗകര്യമുള്ളവർ കണ്ടാ മതി, അല്ലാത്തവർ സ്കിപ്പടിക്കട്ടെ എന്ന് വാദിക്കുന്ന ദുഷ്ട മനസ്സുള്ള വ്യക്തികൾ. അതുകൊണ്ട് തന്നെയാണ് 1400 വർഷങ്ങൾക്ക് മുൻപ് അള്ളാഹുവിന്റെ ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്ലാമിലെ ആ വസ്ത്രധാരണത്തെ പറ്റി കൃത്യമായി ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് ആ വസ്ത്രമായിരുന്നു ഏറ്റവും ഭംഗി എന്ന് സമൂഹം തിരിച്ചറിയുമ്പോൾ അത്തരത്തിലുള്ള ചിന്തകളിലേക്ക് നമ്മളെ മക്കളെയും സമൂഹത്തെയും എത്തിക്കുക എന്നുള്ളത് ഇന്നേറെ ശ്രമകരമായ ഒരു കാര്യമായി മാറിക്കൊണ്ടിരിക്കുകയുമാണ്. വിശുദ്ധ ഖുർആനിന്റെ വെളിച്ചത്തിൽ അള്ളാഹുവിന്റെ തിരുദൂതൻ ഒരിക്കൽ ഓർമ്മപ്പെടുത്തി, അന്ത്യനാളിന്റെ അടയാളത്തിൽപ്പെടുന്ന ഒരടയാളം ഈ സമൂഹത്തിൽ നിന്നും ലജ്ജ ഉയർത്തപ്പെടും. ആളുകൾക്ക് ലജ്ജയുണ്ടാവാതായി പോകും. അയ്യേ നാണക്കേടല്ലേ എന്ന് ചിന്തിക്കുന്ന ഒരു കുറ്റബോധം പോലും ആളുകൾക്ക് ഇല്ലാതാവും. എന്നിട്ട് അള്ളാഹുവിന്റെ ഹബീബ നബിത്തങ്ങൾ ഓർമ്മപ്പെടുത്തി, അൽ ഈമാൻ ബിദ്ഉൻ വസബ്ഊന ശുഅബ, ഈമാൻ എന്നാൽ 70 പരം ശാഖകൾ ആ ഈമാനുണ്ട്. ഈമാൻ എന്നാൽ 5 വക്ത് നമസ്കരിക്കലും വിശുദ്ധ ഖുർആൻ ഓതലും ഹജ്ജ് ചെയ്യലും ഇത് മാത്രമല്ല ഈമാൻ. അഫ്ദലുഹാ ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഏറ്റവും ശ്രേഷ്ഠം അള്ളാഹുവിനെ മാത്രം ആരാധിക്കലാണെങ്കിൽ വഅദ്നാഹ, അതിന്റെ ഏറ്റവും അവസാനത്തെ ഈമാനിന്റെ ലക്ഷണം ഇമാത്തത്തുൽ അദാ അനി ത്വരീഖ്, ഒരു വഴികളിൽ നിന്ന് ആ വഴി പ്രയാസം നീക്കി ആളുകൾക്ക് എളുപ്പമാക്കി കൊടുക്കല. എന്നിട്ട് അള്ളാഹുവിന്റെ തിരുദൂതൻ പഠിപ്പിച്ചു, അൽ ഹയാഉ, ലജ്ജ, ശുഅബത്തു മിനൽ ഈമാൻ, അത് ഈമാനിന്റെ ഭാഗമാണെന്ന് വിശുദ്ധ ഖുർആനിന്റെ വെളിച്ചത്തിൽ അള്ളാഹുവിന്റെ തിരുദൂതൻ പഠിപ്പിച്ചു. അതുകൊണ്ട് തന്നെ ഒരു വിശ്വാസിയാണോ, ദൈവത്തെ ആഗ്രഹിക്കുകയും റബ്ബിന്റെ സ്വർഗം ആഗ്രഹിക്കുകയും ചെയ്യുന്നവരാണോ, അവർ അവരുടെ വസ്ത്രത്തിൽ ചില ശ്രദ്ധകൾ കാണിക്കേണ്ടതുണ്ട്. അണിഞ്ഞൊരുങ്ങുന്നവരും ആളുകൾക്ക് മുൻപിൽ ശരീരം പ്രദർശിപ്പിക്കുന്നവർക്കും അവരുടേതായ ധാരണകൾ ഉണ്ടാവാം. പക്ഷെ ഒരു വിശ്വാസിയാണെങ്കിൽ, നാളെ മരണപ്പെടേണ്ടതാണെന്ന പൂർണ്ണ ബോധ്യത്തോടുകൂടി റബ്ബിന്റെ ആഹാരം എന്ന ലോകത്തെ പറ്റി ചിന്തിക്കുന്നവരാണെങ്കിൽ
അതാണാവട്ടെ, പെണ്ണാവട്ടെ, മക്കളാവട്ടെ, ഭാര്യയാവട്ടെ, അവർക്കെല്ലാം ഇസ്ലാം കൃത്യമായ ഒരു ശ്രദ്ധ വസ്ത്രത്തിന്റെ കാര്യത്തിൽ സമൂഹത്തെ പഠിപ്പിച്ചിട്ടുണ്ട്. കാരണം വസ്ത്രം അള്ളാഹുവിന്റെ അനുഗ്രഹമാണ്. ഈ ലോകത്ത് അള്ളാഹു മനുഷ്യരെയല്ലാത്ത നിരവധി സൃഷ്ടിജാലങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. ഇവിടെ മൃഗങ്ങളുണ്ട്, പക്ഷികളുണ്ട്, ആഴക്കടലിൽ ജീവിക്കുന്ന മത്സ്യങ്ങളുണ്ട്, കണ്ണുകൊണ്ട് കാണാൻ സാധ്യമല്ലാത്ത ചെറുപ്രാണികളുണ്ട്, സസ്യങ്ങളുണ്ട്, മലകളുണ്ട്. ഇങ്ങനെ ലോകത്ത് സൃഷ്ടിക്കപ്പെട്ട മനുഷ്യരല്ലാത്ത ഒരു വസ്തുക്കളും വസ്ത്രം ധരിച്ചിട്ടില്ല. ലോകത്ത് ഇന്ന് വരെ ഒരു മൃഗവും വസ്ത്രം ധരിക്കുന്നത് ഒരു നിയമമാക്കിയിട്ടില്ല. പക്ഷികൾക്ക് വസ്ത്രം നിർബന്ധമാക്കിയിട്ടില്ല. അവർക്ക് വസ്ത്രം ധരിച്ചിട്ടില്ലെങ്കിലും കാണുന്ന ആളുകൾക്ക് അതൊരു നഗ്നതയായി ഫീൽ ഉണ്ടാക്കാറില്ല. പക്ഷേ അതേപോലെയാണ് മനുഷ്യനെങ്കിലോ. അതുകൊണ്ട് റബ്ബോർമ്മപ്പെടുത്തി, ലോകത്ത് അല്ലാഹു നിങ്ങൾക്ക് തന്ന അനുഗ്രഹമാണ് വസ്ത്രം. ലോകത്തേതൊക്കെ മനുഷ്യരുണ്ടോ, ആഫ്രിക്കൻ ഉപഭൂഖണ്ഡങ്ങളിൽ താമസിക്കുന്ന കാട്ടാള വർഗങ്ങൾ പോലും അവരുടെ ഔറത്ത് ഇലകളെ കൊണ്ട് മറച്ചു ജീവിച്ചിരുന്നെന്ന് പ്രാചീന കാലഘട്ടം നമ്മളെ ബോധ്യപ്പെടുത്തി തരുന്നുണ്ട്. അത്രമാത്രം മനുഷ്യൻ നഗ്നതയെ പറ്റി ബോധവാനായിരുന്നു. ആ നഗ്നതയെ മറയ്ക്കാൻ ഇസ്ലാം എക്കാലഘട്ടത്തിലും കൽപ്പിച്ചിരുന്നു. എന്നിട്ട് അല്ലാഹു ഓർമ്മപ്പെടുത്തി, യാ ബനി ആദം, ആദമിന്റെ മക്കളെ, നിങ്ങൾക്ക് ഖദ് അൻസൽനാ അലൈക്കും ലിബാസൻ, നിങ്ങൾക്ക് ഞാൻ വസ്ത്രം അവതരിപ്പിച്ച് നൽകിയിരിക്കുന്നു. നിങ്ങൾക്കുള്ള വസ്ത്രം ഞാൻ നിശ്ചയിച്ചു തന്നിരിക്കുന്നു. യുവാരി സൗആത്തിക്കും വരീഷ, രണ്ട് കാര്യങ്ങളോടെയാവണം നിങ്ങൾ ആ വസ്ത്രത്തെ സമീപിക്കേണ്ടത്. യുവാരി സൗആത്തിക്കും, നിങ്ങളുടെ നഗ്നത അത് മറയ്ക്കാൻ കാരണമാകണം. വരീഷ, നിങ്ങൾ അലങ്കാരത്തിനും കൂടിയാവണം. എന്നിട്ട് അല്ലാഹു പറയുന്നു, വലിബാസു തഖ്വ, അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ധരിക്കുന്ന വസ്ത്രമാണെങ്കിൽ ദാലിക ഖൈറുൻ, അതാണ് നിങ്ങൾക്ക് ഏറ്റവും ഉത്തമം. ദാലിക മിൻ ആയാത്തില്ലാ ലഅല്ലക്കും യദ്ദക്കറൂൻ, ചിന്തിച്ച് മനസ്സിലാക്കുന്ന ആളുകൾക്ക് വേണ്ടി അള്ളാഹു കാണിച്ചു തന്നൊരു ദൃഷ്ടാന്തമാണ് മനുഷ്യന്റെ വസ്ത്രം. ഇവിടെ രണ്ട് കാര്യങ്ങളാണ് അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നത്. യുവാരി സൗആത്തിക്കും വരീഷ, ഒന്ന് നിങ്ങൾക്ക് അലങ്കാരമാവണം. ശരി, അലങ്കാരമാണെങ്കിൽ നമുക്ക് തോന്നുന്നതൊക്കെ ധരിക്കാൻ പാടുണ്ടോ? ഇല്ലെന്ന് അള്ളാഹു പഠിപ്പിക്കുന്നു. ഒരിക്കലും കാവി പോലെയുള്ള വസ്ത്രങ്ങൾ അള്ളാഹുവിന്റെ ഹബീബ് ഇഷ്ടപ്പെട്ടിരുന്നില്ല. വെള്ള വസ്ത്രത്തെ അള്ളാഹുവിന്റെ തിരുദൂതൻ പ്രോത്സാഹിപ്പിച്ചിരുന്നു. അതിനർത്ഥം വെള്ളയെ പറ്റൂ എന്നെവിടെയും രേഖപ്പെടുത്തിയിട്ടില്ല. കാവിയെ തിരുദൂതൻ വെറുത്തു. ആ നിറത്തിലുള്ള, ആ രീതിയിലുള്ള വസ്ത്രങ്ങളെ ഹബീബായ നബി തങ്ങളും സഹാബത്തും വെറുത്തിരുന്നു എന്നുള്ളതല്ലാതെ അവൻ ഇന്നതേ ധരിക്കാവൂ, പാന്റ് ഉടുക്കാൻ പാടില്ല, ഇൻസൈഡ് ചെയ്യാൻ പാടില്ല, കൈ ഫുൾ കൈയിടാൻ പാടില്ല, അല്ലെങ്കിൽ ഇത് പാടില്ല അത് പാടില്ല എന്ന നിറത്തിന്റെയോ വസ്ത്രത്തിന്റെയോ പേരിൽ യാതൊരു നിബന്ധനയും അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചിട്ടില്ല. നിങ്ങൾക്ക് അലങ്കാരമാണോ, ആ കളർ നിങ്ങൾക്ക് ധരിക്കാം. പക്ഷേ പുരുഷന്മാർക്ക് പട്ട് പാടില്ല. പട്ടുവസ്ത്രം പുരുഷന്മാർക്ക് അല്ലാഹു നിഷിദ്ധമാക്കിയിട്ടുണ്ട്. ഒരു ഹദീസ് ഗ്രന്ഥത്തിൽ അള്ളാഹുവിന്റെ തിരുദൂതൻ പഠിപ്പിച്ചതായി കാണാം, ലയകൂനന്ന മിൻ ഉമ്മത്തി അഖ്വാമുൻ, ഖിയാമത്ത് നാൾ അടുക്കാറാകുമ്പോ എന്റെ ഉമ്മത്തിൽ ഒരു കൂട്ടം ആളുകൾ വരും. യസ്തഹില്ലൂന, അള്ളാഹു ഹലാലാക്കാത്ത പലതും അവര് സ്വയം ഹലാലാക്കും. അൽ ഹിറ, ഒന്ന് വ്യഭിചാരം, വൽ ഹരീറ, രണ്ട് പട്ട്. ഇത് രണ്ടിനെയും ഉലമാക്കൾ ഒരുമിച്ച് രേഖപ്പെടുത്തി. ആണുങ്ങൾക്ക് പട്ട് നിഷിദ്ധമാ, പെണ്ണുങ്ങൾക്ക് അനുവദനീയമാ. സ്ത്രീകൾക്ക് സുഗന്ധം നിഷിദ്ധമാ, ആണുങ്ങൾക്ക് അനുവദനീയമാ. അതുകൊണ്ട് തന്നെ പട്ടുവസ്ത്രം ഒരു പുരുഷൻ ഉപയോഗിക്കാൻ പാടില്ല. മുൻകാലഘട്ടത്തിൽ അറബ് രാജ്യങ്ങളിൽ പോലും പുരുഷന്മാര് പട്ടിന്റെ വസ്ത്രം ഭംഗിക്ക് വേണ്ടി അണിയുമ്പോ അതവരുടെ കൈകളിൽ സ്വർണമാണെങ്കിൽ പോലും ആ സ്വർണം അഴിച്ചു വെപ്പിച്ചിട്ടായിരുന്നു ഉലമാക്കള് നിക്കാഹ് പോലും നടത്തിക്കൊടുത്തത്. ഇന്ന് ഓർമ്മപ്പെടുത്തുന്നുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, വിവാഹത്തിന്റെ അന്ന് നമ്മൾ വാങ്ങി ധരിക്കുന്ന വസ്ത്രത്തിൽ പട്ടുണ്ടാവരുത് എന്ന ഒരു ഈമാനിക ചിന്ത ഒരാണിന് അല്ലാഹു തആല ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ഇതിന്റെ കൂടെ തന്നെ റബ്ബ് ഓർമ്മപ്പെടുത്തി, അവർക്ക് വ്യഭിചാരവും ഹലാലായിരിക്കും. ഉലമാക്കൾ ആ വിഷയത്തെ ഓർമ്മപ്പെടുത്തി, വസ്ത്രം ധരിച്ച് പുറത്തിറങ്ങുന്ന സ്ത്രീ മറ്റുള്ള ആളുകൾ എന്നെ വ്യഭിചരിക്കാൻ കണ്ണുകളെ കൊണ്ട് വ്യഭിചരിച്ചോട്ടെ എന്നാഗ്രഹിക്കുന്ന പെണ്ണായിരിക്കും. അന്യ പുരുഷന്മാർക്ക് ഞാനൊരു ആസ്വാദനമാകട്ടെ, എന്റെ ശരീരത്തിന്റെ രൂപം കണ്ട് അവരൊന്ന് കൊഞ്ചട്ടെ, ആ രീതിയിൽ അവരൊന്ന് ആഗ്രഹിക്കട്ടെ എന്ന ചിന്ത വെച്ച് മാത്രം വസ്ത്രം ധരിക്കുന്ന സ്ത്രീകളും ഈ സമൂഹത്തിൽ കൂടിക്കൊണ്ടിരിക്കും. ഈ രണ്ട് കാര്യങ്ങളും എത്രത്തോളം യാഥാർത്ഥ്യമായിട്ടുണ്ടെന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിച്ചു നോക്കിയാൽ മതി.
അതുകൊണ്ട് തന്നെ അലങ്കാരം എന്നതിനെ കൊണ്ട് അള്ളാഹു ഇഷ്ടപ്പെടുന്നത് മാന്യമായ വസ്ത്രം, ശരീരത്തിൽ ഭംഗിയുണ്ടാക്കുന്ന വസ്ത്രം, ആ ശരീരത്തിലേക്ക് ചേർന്ന് നിന്ന് ആളുകൾ കലോസരമുണ്ടാക്കാത്ത വസ്ത്രം, അതിന് ഇസ്ലാം അനുവാദം നൽകിയിട്ടുണ്ട്. ഇന്നതേ ധരിക്കാവൂ, കുർത്തയെ ഇടാവൂ, അല്ലെങ്കിൽ അതേ ധരിക്കാവൂ, വെളുത്ത ജുബ്ബയെ പാടുള്ളൂ എന്നൊന്നും രേഖപ്പെടുത്തിയതായി ഇസ്ലാമിക ലോകത്ത് നമുക്ക് കാണാൻ സാധിക്കുകയില്ല. രണ്ടാമത്തേത് യുവാരി സൗആത്തിക്കും, സൂക്ഷ്മതയോടെയുള്ള വസ്ത്രം, ഔറത്ത് മറയുന്ന വസ്ത്രം. സ്ത്രീയാണോ മുഖവും മുൻകൈയും അവൾ മറക്കാൻ പാടില്ല. എന്നാൽ ഉലമാക്കൾ രേഖപ്പെടുത്തി മുഖം മറയ്ക്കുന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ രണ്ടഭിപ്രായങ്ങളുണ്ട്. ഒരു സ്ത്രീക്ക് എന്റെ മുഖം മറ്റൊരാളെ കാണിക്കുന്നത് ഇഷ്ടമില്ല, അവൾക്ക് സ്വയം മറയ്ക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അവൾ മറച്ചോട്ടെ, ഒരിക്കലും നിങ്ങൾ അതിനെ ആക്ഷേപിക്കാനോ കുറ്റപ്പെടുത്താനോ അത് പറച്ചു ചീന്തി മാറ്റാനോ നിങ്ങൾക്ക് അവസരമില്ല. എന്നാൽ ആഗ്രഹിക്കാത്തൊരു പെൺകുട്ടിയോട് നീ ആ മുഖം മറയ്ക്കണം എന്ന് നിർബന്ധിച്ച് ആ പെൺകുട്ടിയെ മുഖം മറപ്പിക്കാനും പാടില്ല. അതോടൊപ്പം തന്നെ ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം മുട്ട് പൊക്കളിനിടയിൽ മറയേണ്ടതായിട്ടുണ്ട്. അവൻ ഇരിക്കുമ്പോഴാവട്ടെ അവന്റെ തുടഭാഗം കാണാൻ പാടില്ല. ഇന്ന് ചിലർ പറയുന്നത് പോലെ ബർമുടയല്ലേ, ആ ബർമുട ഇട്ടപ്പോരെ എന്നൊക്കെ ചിന്തിച്ചേക്കാം. അതെല്ലാം തെറ്റ്, അതിടാൻ പാടില്ല എന്നെന്റെ വാക്കിനെ ദുർവ്യാഖ്യാനിക്കരുത്. പക്ഷേ ഇരിക്കുമ്പോഴാണെങ്കിലും വാഹനപ്പുറത്താണെങ്കിലും തന്റെ ഔറത്ത് മറയുന്നുണ്ടെന്ന് പൂർണ്ണ ബോധ്യമുണ്ടാകണം. ഒരിക്കൽ ഒട്ടകപ്പുറത്ത് യാത്ര ചെയ്യുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂട്ടത്തിലുള്ള ഒരു സ്വഹാബത്തിന്റെ കാലിന്റെ മുട്ടിന്റെ മേലെ കൽപ്പം തുണി മാറിപ്പോയി. തിരുദൂതൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, തുട ഔറത്ത, നീ അത് മറയ്ക്കണം. ആ സൂക്ഷ്മതയുടെ അടിസ്ഥാനത്തിൽ ഉലമാക്കൾ പറഞ്ഞു, ആ സൂക്ഷ്മത അങ്ങനെ ധരിക്കുന്ന ആളുകൾ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ഇന്ന് പല പെൺമക്കളും ചെയ്യുന്നത് പോലെ മക്കനെ ധരിക്കാൻ പഠിപ്പിച്ച തിരുദൂതൻ ആ മക്കന മാറുകളുടെ അവസ്ഥ തടയാൻ വേണ്ടിയാ ഓർമ്മപ്പെടുത്തിയത്. മുഖം മക്കനുകളുടെ ബാക്കിയായ തുണിക്കഷണം അവരുടെ മാറുകൾക്ക് മുകളിലേക്ക് താഴ്ത്തിയിട്ട് ആ ശരീരത്തിന്റെ അവസ്ഥ പോലും അന്യ പുരുഷന്മാർക്ക് അവർ കാണിക്കാതിരിക്കട്ടെ. ഇന്ന് മുഖം മക്കനകളുണ്ട്, പല പെൺമക്കളെ മുഖത്തും മസ്തകളുണ്ട്. പക്ഷേ ധരിച്ചിരിക്കുന്ന ബനിയൻ ക്ലോത്തിനുള്ളിൽ ശരീരത്തിന്റെ അവയവങ്ങൾ അന്യ പുരുഷന്മാർക്ക് കാണുന്ന രീതിയിൽ, കഴുത്തുപോലും വെളിവാക്കുന്ന രീതിയിലുള്ള ഒരു മസ്ത മാത്രമല്ല അള്ളാഹുവിന്റെ ഹബീബ് ഓർമ്മപ്പെടുത്തിയത്. നിങ്ങൾ ധരിക്കുന്നതോടൊപ്പം നിങ്ങളെ മാറുകൾ മറിക്കപ്പെടണം, നിങ്ങളുടെ ജീവിതത്തിലേക്ക് മാന്യതയുണ്ടാവണം. പണ്ട് കാലത്തൊക്കെ നിര്യാണിക്ക് മേലെ വസ്ത്രം ധരിക്കാൻ പുരുഷന്മാരോടായിരുന്നു കൽപ്പിക്കപ്പെട്ടതെങ്കിൽ ഇന്ന് പല വീട്ടിലെ പെൺമക്കളുടെയും വസ്ത്രം നിര്യാണിക്ക് മേലെയാ, നിര്യാണിക്ക് മുകളിലാ. ആ സംവിധാനത്തിലേക്കും ആധുനികതയുടെ ജീവിത രീതിയിലേക്കും നമ്മളെ മക്കൾ മാറുന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് നമ്മളെ ജീവിതത്തെയും കർമ്മങ്ങളെയും അള്ളാഹു രേഖപ്പെടുത്തിയ ഇസ്ലാം എന്ന മതത്തെയും അവഹേളിക്കുന്നതാണെന്ന് ഉലമാക്കൾ രേഖപ്പെടുത്തുകയുണ്ടായി. അതോടൊപ്പം പുരുഷന്മാരായ മക്കളോടും വസ്ത്രം ധരിക്കുമ്പോ, നിങ്ങൾ അതിരിക്കുമ്പോ, നിങ്ങൾ സുജൂദിൽ പോകുമ്പോ ആളുകൾ കലോസരം ഉണ്ടാക്കാൻ പാടില്ല. ഇന്ന് പലരുടെയും പൃഷ്ഠഭാഗം മറ്റുള്ളവർക്ക് കാണാൻ പറ്റുന്നു, അടിവസ്ത്രത്തിന്റെ ഭാഗങ്ങൾ മറ്റുള്ളവർക്ക് കാണാൻ പറ്റുന്നു. മറയ്ക്കേണ്ട പിൻഭാഗങ്ങളിൽ പോലും ആളുകൾ കലോസരം ഉണ്ടാക്കുന്ന വസ്ത്രം ഇന്ന് മക്കളുടെ ശരീരത്തിൽ കാണുന്നു. ഇതും അള്ളാഹുവിന്റെ ഹബീബ് വിരോധിച്ചു. ഇതൊക്കെ ഇസ്ലാമിന്റെ ഒരു ചട്ടക്കൂടായിട്ട് നിങ്ങൾ കാണേണ്ടതില്ല. മറിച്ച് ഒരു നല്ല മനുഷ്യൻ അവന്റെ വ്യക്തിത്വത്തോടുകൂടി മാന്യമായ വസ്ത്രം ധരിച്ചാൽ അവൻ എവിടെയും ഉയരപ്പെടും, അവന്റെ ജീവിതത്തിനൊരു ഇസ്സത്ത് ഉണ്ടാകും, അവനെ കാണുന്നവർക്ക് ഇസ്ലാമിനോടൊരു താല്പര്യം തോന്നും, അവന്റെ ജീവിത ശൈലി അതിനനുസരിച്ച് മാറിത്തുടങ്ങും. അതാഗ്രഹിക്കാത്തവരാണെങ്കിൽ മലവെള്ളപ്പാച്ചിലെ ചണ്ടിയെ പോലെ ജീവിക്കാൻ മാത്രമേ താല്പര്യമുള്ളൂവെങ്കിൽ അവർക്ക് വസ്ത്രമേതായാലും അവർക്ക് ജീവിതത്തിന്റെ ഏത് കാര്യങ്ങളാണെങ്കിലും ആ മാനസികാവസ്ഥയിൽ അവർ മുൻപോട്ട് പോകും. ഇസ്ലാം ഓരോ നിബന്ധനകൾ വെച്ചതും മനുഷ്യനെ നന്മയിൽ അവതരിപ്പിക്കാൻ വേണ്ടിയ, മൃഗത്തിൽ നിന്നും മാറ്റാൻ വേണ്ടിയ, സദാചാര സംസ്കാര ബോധത്തോടെ അവര് മാന്യരായിട്ട് ജീവിക്കാൻ വേണ്ടിയ. മാന്യമായി വസ്ത്രം ധരിക്കുന്ന ഒരാളും എവിടെയും കമന്റിനാൽ പീഡിപ്പിക്കപ്പെട്ടിട്ടില്ല. മാന്യമായി വസ്ത്രം ധരിപ്പിക്കപ്പെടുന്ന ഒരാണും പെണ്ണും ഒരാളാലും ആക്ഷേപിക്കപ്പെട്ടിട്ടില്ല. ആക്ഷേപിക്കപ്പെട്ടവരുണ്ടെങ്കിൽ അത് ആക്ഷേപിച്ചവരുടെ മനസ്സിന്റെ വൈകല്യമാ. ഞാൻ നടക്കുന്നത് പോലെ ഇങ്ങനെ അണിഞ്ഞൊരുങ്ങിയും ശരീരം കാണിച്ചും അവള് നടക്കാത്തത് കൊണ്ട് ആ പെണ്ണിനോടുള്ള സ്വയം അപരിഷ്കൃതാബോധം, സ്വയം വിലയില്ലായ്മയാ പല പെൺകുട്ടികളും
മാന്യമായി വസ്ത്രം ധരിച്ച പെൺമക്കളെയും ആൺമക്കളെയും കുറ്റപ്പെടുത്താനുള്ള കാരണം? അതിനർത്ഥം അവരെക്കാൾ എത്രയോ മെച്ചമാ നിങ്ങൾ, നിങ്ങളെക്കാൾ എത്രയോ താഴെയാ, മൃഗത്തോട് ചേർത്ത് നിർത്തേണ്ടവരാ അല്പവസ്ത്രധാരികൾ മാത്രമായ ഇത്തരത്തിലുള്ള ആളുകൾ എന്ന് ചിന്തിച്ചാൽ അവനവന്റെ വസ്ത്രത്തിൽ പോലും നമുക്കൊരു സങ്കടം അനുഭവപ്പെടുകയില്ല. കാരണം അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കുന്നു, വസ്ത്രം അഴിപ്പിക്കുന്നത് ശൈത്താന്റെ പണിയാ. വസ്ത്രങ്ങളെ കൊണ്ട് ആളുകളുടെ മനസ്സിൽ ഇളക്കമുണ്ടാക്കുന്നത് ശൈത്താന്റെ പണിയാ. യാ ബനി ആദമ, ആദമിന്റെ മക്കളെ, ലാ യഫ്തിനന്നകും ശൈത്വാനു, ഫിത്നയുണ്ടാക്കാതിരിക്കട്ടെ പിശാച്. നിങ്ങളുടെ ജീവിതത്തിൽ പിശാച് ഒരിക്കലും ഫിത്നയുണ്ടാക്കാതിരിക്കട്ടെ. കമാ അഖ്റജ അബവൈകും മിനൽ ജന്ന, നിങ്ങളുടെ പൂർവ്വ പിതാവ് ആദമിനെ സ്വർഗത്തിൽ നിന്നും പുറത്താക്കാൻ വേണ്ടി ശൈത്താൻ കാണിച്ച ഫിത്ന നിങ്ങളിലും അവൻ ആവർത്തിക്കാതിരിക്കട്ടെ. യൻസിഉ, അവൻ എടുത്തു കളഞ്ഞു, നീക്കിക്കളഞ്ഞു, അൻഹുമാ ലിബാസഹുമാ, ആദമിന്റെയും ഹവ്വയുടെയും വസ്ത്രം ഊരിക്കളഞ്ഞ് അല്ലെങ്കിൽ എടുത്തു കളഞ്ഞ് അവരുടെ ജീവിതത്തിൽ പ്രയാസം സൃഷ്ടിച്ച പിശാചിന്റെ പണിയാണ് വസ്ത്രം അഴിപ്പിക്കുക, അല്ലെങ്കിൽ മാന്യതയില്ലാത്ത വസ്ത്രം ധരിപ്പിച്ച് സമൂഹത്തിൽ ഇറക്കുക എന്നുള്ളതെന്ന് അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെയാ അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ചതും ഇന്നല്ലാഹ ജമീലുൻ, അള്ളാഹു ഭംഗിയുള്ളവനാ, യുഹിബ്ബുൽ ജമാൽ, അവൻ ഭംഗി ഇഷ്ടപ്പെടുന്നുണ്ട്. അതിനർത്ഥം ഭംഗിയായിട്ട് വസ്ത്രം ധരിക്കണം, മാന്യമായിട്ട് വസ്ത്രം ധരിക്കണം. പള്ളിയിലായാലും അല്ലെങ്കിൽ മറ്റേതെങ്കിലും അള്ളാഹുവിന്റെ ഭവനത്തിലായാലും നമ്മളെ വസ്ത്രത്തിൽ നമ്മളൊന്ന് അണിഞ്ഞൊരുങ്ങുന്നതോ ഒരു അത്യാവശ്യം കളറുള്ളത് ഇടുന്നതോ അല്ലെങ്കിൽ ആ ശരീരത്തിൽ ആണുങ്ങൾ സുഗന്ധം പുരട്ടുന്നതോ ഒന്നും മാന്യമായിട്ട് എണ്ണ കയ്യിലാക്കി തന്റെ മുടി പോലും പിരടിയിലേക്ക് മാടിയൊതുക്കി സുന്ദരനായിട്ടായിരുന്നു അള്ളാഹുവിന്റെ ഹബീബ് നടക്കാറുള്ളതെന്നോ ഇതൊന്നും മുസ്ലിമീങ്ങൾക്ക് പാടില്ല. എല്ലാവരും പഴയതും ധരിച്ച് ലാളിത്യത്തിന്റെ അവസ്ഥ കാണിച്ച് കീറിയതും അല്ലെങ്കിൽ കളറായതും ആളുകൾക്ക് അലോസരമുണ്ടാക്കുന്ന രീതിയിൽ ഒരു വൃത്തിയില്ലാതെ നടക്കണം എന്നൊന്നും അത് ലാളിത്യമാണെന്നും അള്ളാഹുവിന്റെ ഹബീബ നബി തങ്ങൾ പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതൊക്കെ കേൾക്കുമ്പോ പല ആളുകൾക്കും സ്ത്രീകൾക്കും തോന്നും, അപ്പൊ സ്ത്രീകൾക്ക് ഇസ്ലാമിൽ ഇതിനൊന്നും അവകാശമല്ലേ? ഉണ്ട്. അവൾ കണിഞ്ഞൊരുങ്ങാം, അവൾക്ക് മൂക്കുകുത്താം, അവൾക്ക് ഫേഷ്യൽ ക്രീം ഉപയോഗിക്കാം, അവൾക്ക് ചുണ്ടിൽ ചായം തേക്കാം, അവൾക്ക് സുഗന്ധം ഉപയോഗിക്കാം, അവൾക്ക് ശരീരത്തോട് ചേർന്ന് നിൽക്കുന്ന ഇറുകിപ്പിടിച്ച വസ്ത്രവും ധരിക്കാം. ആരുടെ മുൻപിൽ? അവളുടെ ബെഡ്റൂമിൽ, ഭർത്താവിന്റെ മുൻപിൽ. അയാളോട് സംവദിക്കാൻ, അയാളോട് മനസ്സിന് സന്തോഷമുണ്ടാക്കാൻ, അയാളോട് കിന്നരി വർത്തമാനം പറയാൻ. ഇതൊക്കെ അവൾക്ക് അല്ലാഹു ഹലാലാക്കിയിട്ടുണ്ട്. സ്വന്തം ബെഡ്റൂമിൽ കാത്തിരിക്കുന്ന ആണിനെ രസിപ്പിക്കാത്തൊരു പെണ്ണ് പുറത്തിരിക്കുന്ന ആണുങ്ങളുടെ നോട്ടം ആഗ്രഹിച്ചിട്ടാണ് ആ വസ്ത്രം ധരിക്കുന്നതെങ്കിൽ, ആ ചായം പൂശുന്നതെങ്കിൽ, അതാണ് ഇസ്ലാം പഠിപ്പിച്ചത്. അവളുടെ മനസ്ഥിതി, ആ പെണ്ണിന്റെ മനസ്ഥിതി അത് കളങ്കപ്പെട്ടു പോയിട്ടുണ്ട്. സ്വന്തം ഭർത്താവിന്റെ മുൻപിൽ അവൾക്ക് ഏതർത്ഥത്തിലും സന്തോഷത്തോടെ ഇടപെടാം, ധരിക്കാം. അത്രേ നമ്മൾ ആഗ്രഹിക്കേണ്ടതുള്ളൂ. തന്റെ ഭർത്താവ് തന്റെ പെരുമാറ്റത്തിലും തന്റെ രീതിയിലും തന്റെ വൃത്തിയിലും തന്റെ ഭർത്താവ് തൃപ്തനാണ്. ഇത് തിരിച്ചും കൊടുക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചു. ആണുങ്ങൾ കണിഞ്ഞൊരുങ്ങാം, ആണുങ്ങൾക്ക് ഭംഗിയാക്കാം, അല്ലെങ്കിൽ മനസ്സിൽ താല്പര്യം തോന്നിപ്പിക്കുന്ന രീതിയിൽ അവന് സുഗന്ധം പരട്ടാം, അവൻ ഭംഗിയായിട്ട് സംസാരിക്കാം. ആരോട്? അവന്റെ കെട്ടിയ പെണ്ണിനോട്. എത്രത്തോളം എന്ന് ചോദിച്ചാൽ ബനൂ ഇസ്രായേൽ ജനച്ചുണ്ടി തിരുദൂതൻ പഠിപ്പിച്ചു, വൃത്തി നിങ്ങളുടെ ബെഡ്റൂമുകളിൽ പോലും നിങ്ങൾ അകറ്റിക്കളയും, ആ രംഗം പോലും നിങ്ങൾ സൂക്ഷിക്കണമേ എന്ന് കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ വസ്ത്രത്തിന്റെയും വേഷത്തിന്റെയും ഈ ഇസ്ലാമിക നിലപാട് ഇതിനെതിരെ ഇതിന്റെ അപ്പുറം പറയാൻ ലോകത്ത് ഇന്നൊരു മതത്തിനോ ഒരു ഏതെങ്കിലും ആളുകൾക്കോ സാധിച്ചിട്ടില്ല. ഇതിൽ നിന്ന് നമ്മൾ അകന്നുകൊണ്ടിരിക്കുമോ? കമന്റ് കേൾക്കേണ്ടി വരും. കമന്റ് കേട്ടവനും കേസായും അല്ലാതെയും പരക്കം പായുമ്പോ ഇന്നത്തെ പൊതുസമൂഹത്തിന്റെ മുൻപിൽ വസ്ത്രം ധരിച്ച് ഇസ്ലാമിക മര്യാദ എന്താണെന്ന് നമ്മൾക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുമ്പം ആളുകൾ അതിനെക്കുറിച്ച് പഠിക്കുന്നുണ്ട്. അതുകൊണ്ടാ ഈ കേരളക്കരയിൽ അല്ലെങ്കിൽ പോലും ലോകത്ത് ചിന്താശേഷിയുള്ള കൃത്യമായ ബോധ്യത്തോടുകൂടി പഠിക്കുന്ന നിരവധി ഇംഗ്ലീഷ് അതോടൊപ്പം യൂറോപ്യൻ രാജ്യങ്ങളിൽ സിനിമയുടെ വെള്ളി വെളിച്ചത്തിൽ നിന്ന് പോലും മാന്യമായി വസ്ത്രം ധരിച്ച് തന്റെ ഭർത്താവിനെയും കൂട്ടി ഹറമിൽ ചെന്ന് നെഞ്ചുപൊട്ടിക്കരയുന്ന, ചെയ്തു പോയ പാപങ്ങൾ കണ്ണുനീരോടെ പറയുന്ന പെൺമക്കളുണ്ടെങ്കിൽ അത് ഇസ്സത്താ, അത് റബ്ബ് നൽകുന്നതാ. അതെന്റെ കുടുംബത്തിനുണ്ടാകണമെന്ന് പിതാക്കളും മാതാക്കളും സ്വയം ഉണ്ടാകണമെന്ന് ഉമ്മമാരും പെൺമക്കളും ചിന്തിക്കുമ്പോ, ആൺമക്കളും ചിന്തിക്കുമ്പോ വ്യക്തിത്വമായി നമ്മൾ ഉയരും. ആ വ്യക്തിത്വം അള്ളാഹു നൽകുന്നതാ.
അതിനൊരു കൗൺസിലിംഗ് ക്ലാസ്സിന് പോകണ്ട, അതിനെവിടെങ്കിലും പൈസ അടച്ചിട്ട് ഒരു കരിയർ ഗൈഡൻസിന് പോകണ്ട. അത് സ്വയം പടച്ചോൻ തരുന്നതാ. അത് തരണമെങ്കിൽ ആ മനസ്സുമായി നമ്മൾ ജീവിക്കണം. അങ്ങനെ ചിന്തിക്കുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. യാ അയ്യുഹന്നാസ് ഉസീകും സാനിയം ബിതഖ്വല്ലാഹ്. ജീവിതത്തിന്റെ എല്ലാ രംഗത്തും അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് എന്നോടെന്ന പോലെ നമ്മളിൽ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. ഇസ്ലാമിക വസ്ത്ര ധാരണത്തെക്കുറിച്ചും ആ അഭിമാന ബോധത്തെക്കുറിച്ചും വിശദീകരിച്ചപ്പോൾ പണ്ടുകാലത്തുള്ള സ്വഹാബത്തിന്റെ കാലഘട്ടത്തിൽ വസ്ത്രങ്ങളായിരുന്നു അവർ പരസ്പരം പലപ്പോഴും ഹദിയയായി കൊടുത്തത്, പാരിതോഷികമായി കൊടുത്തത് എന്ന് പോലും നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ഉമർ റളിയല്ലാഹു അൻഹു തന്റെ ഭരണത്തിൽ തീരുമാനമെടുത്തൊരു തീരുമാനം പോലും ജനങ്ങൾക്ക് നല്ല വസ്ത്രം, വൃത്തിയുള്ള വസ്ത്രം അത് കൊടുക്കണം എന്ന നിയ്യത്തോടെയായിരുന്നു. അതുകൊണ്ട് തന്നെ പിൻകാലഘട്ടത്തിലുള്ള സഹാബാക്കൾ പോലും പരസ്പരം ഹദിയ കൊടുക്കുമ്പോൾ അത് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട, ശരീരം മറയുന്ന മാന്യമായ വസ്ത്രമായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കുമ്പോൾ അവനവന്റെ ഭാര്യമാർക്കും അവനവന്റെ പെൺമക്കൾക്കും വസ്ത്രമെടുക്കുന്ന സമയത്ത് ഒരു ഹദിയ എന്ന മനസ്സോടുകൂടി ആ വിഷയത്തെ കണ്ട് അവര് ധരിക്കുന്ന വസ്ത്രം എനിക്കൊരിക്കലും ചോദ്യം ചെയ്യപ്പെടാനാവരുത് എന്നോരോ വാപ്പയും ഉമ്മയും ചിന്തിക്കുമ്പോഴാണ് നമ്മളെ വസ്ത്രവും നമ്മളെ കുടുംബവും അള്ളാഹുവിന്റെ ദീനിലേക്ക് ചേർന്ന് നിൽക്കാൻ സാധിക്കുക. അതുകൊണ്ട് തന്നെ എല്ലാ വെള്ളിയാഴ്ചയിലും രണ്ടാമത്തെ ഖുതുബയിൽ നമ്മളെ സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന, നരകത്തിൽ നിന്നും അകറ്റുന്ന കാര്യങ്ങളെ കുറിച്ചായിരുന്നു നമ്മൾ സൂചിപ്പിച്ചിരുന്നത്. അതിൽപ്പെട്ട വലിയൊരു ഗൗരവപ്പെട്ട വിഷയമാണ് ലാ യദ്ഖുലുൽ ജന്ന. ഒരിക്കലും ഒരു വ്യക്തി സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. സ്വർഗത്തിൽ പ്രവേശിക്കാൻ ഒരുപാട് സ്വഭാവങ്ങളുണ്ട്. പക്ഷെ സ്വർഗത്തിൽ പ്രവേശിക്കാതിരിക്കാനുള്ള ഒരു സ്വഭാവം, മൻ കാന ഫീ ഖൽബിഹി മിസ്കാല ദർറത്തിൻ മിനൽ കിബ്ർ. അഹങ്കാരത്തിൽ നിന്ന് ഒരണുമണി തൂക്കം അവന്റെ ഹൃദയത്തിലുണ്ടെങ്കിൽ, അത് വസ്ത്രത്തിന്റെ പേരിലാവട്ടെ, സൗന്ദര്യത്തിന്റെ പേരിലാവട്ടെ, അറിവിന്റെ പേരിലാവട്ടെ, അറിവില്ലായ്മയുടെ പേരിലാവട്ടെ, അഹങ്കാരത്തോടു കൂടിയാണ് അവൻ ജീവിക്കുന്നതെങ്കിൽ ലാ യദ്ഖുലുൽ ജന്ന. അവൻ എത്ര വലിയ ഇബാദത്തുകാരനാണെങ്കിലും ആ സ്വഭാവക്കാരൻ അള്ളാഹുവിന്റെ സ്വർഗത്തിൽ ഉണ്ടാവുകയില്ല. സഹാബത്ത് ചോദിച്ചു, നബിയെ, എന്താണ് കിബിർ? ആളുകൾക്കിടയിൽ വേഷം കെട്ടി നടക്കുന്ന പവർ കാണിക്കലാണോ? ഒരു സ്വയം പൊങ്ങിയായിട്ട് അഹങ്കരിക്കലാണോ? എന്താണ് റസൂലെ കിബിർ എന്ന് പറഞ്ഞാൽ? അങ്ങനെയുള്ളൂ ചിലർക്ക് ധാരണ. തിരുദൂതൻ തിരിച്ചോർമ്മപ്പെടുത്തി, അൽ കിബ്റു, അഹങ്കാരം എന്നാൽ ബത്തറുൽ ഹഖ്, സത്യത്തെ നിരാകരിക്കല. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമക്ക് കൊടുത്ത സത്യം അംഗീകരിക്കാതെ പിഴവിലാക്കിയ പിശാചിന്റെ സ്വഭാവം. ഒരു സത്യം ബോധ്യപ്പെട്ടാലും ആ സത്യത്തെ അംഗീകരിക്കാതെ ജീവിക്കുന്നത് കിബറിന്റെ അടയാളമാണ്. വഗംതുന്നാസ്, അതോടൊപ്പം ജനങ്ങളെ ഒരു പുച്ഛന്മാരായിട്ട് കാണുക. ഇത് എന്തിന്റെ പേരിലും ഒരാളുടെ ഹൃദയത്തിൽ വരും. നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ അറിവ് കൂടുമ്പോ ആളുകൾക്ക് അഹങ്കാരം കൂടുന്നു, അറിവ് കുറയുമ്പോ ആളുകൾക്ക് അഹങ്കാരം ഉണ്ടാവുന്നു. ഞാൻ പറഞ്ഞത് തന്നെ ശരി എന്ന അഹങ്കാരം. അതോടൊപ്പം ജനങ്ങളോടൊരു പുച്ഛം, തറവാടിന്റെ പേരിൽ, പണത്തിന്റെ പേരിൽ, ഇപ്പൊ സൗന്ദര്യത്തിന്റെ പേരിൽ. അതുകൊണ്ടാണല്ലോ പാവപ്പെട്ട ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്യേണ്ടി വന്നത്. മനുഷ്യന് കറുപ്പും വെളുപ്പും റബ്ബ് നിശ്ചയിച്ചതാണെന്നും ഉള്ളിലെ വെളുപ്പാണ് മനുഷ്യന് വേണ്ടതെന്നും ആവർത്തിച്ച് പഠിപ്പിച്ച മുസ്ലിം സമൂഹത്തിൽ തന്നെ 19 വയസ്സുള്ള ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തിട്ടുണ്ടെങ്കിൽ ആളുകൾക്ക് പുറം വെളുപ്പേ ഉള്ളൂ, ഉള്ളിൽ വെളുപ്പാക്കാൻ പലരെ കൊണ്ടും പറ്റിയിട്ടില്ല. ആളുകൾക്ക് പുറമേയുള്ളൂ ചിഹ്നങ്ങൾ, ഉള്ളു നന്നായിട്ടില്ല. വഗംതുന്നാസ്, ജനങ്ങളോടൊരു പുച്ഛം, പരിഹാസം. ഈ മനോഭാവത്തോടെ ജീവിക്കുന്നവർ ലാ യദ്ഖുലുൽ ജന്ന, ഒരിക്കലും അള്ളാഹുവിന്റെ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ സ്വർഗം വേണമെങ്കിൽ ഈ ദുനിയാവിൽ അള്ളാഹുവിനെ സ്നേഹിച്ച് ജീവിക്കുന്ന ഒരു മനസ്സുണ്ടാവണം. റബ്ബിന് വേണ്ടി അഹങ്കാരിയാവാതെ ജീവിക്കുന്ന ഒരു ഹൃദയം ഉണ്ടാവണം. റബ്ബിന് വേണ്ടി പരസ്പരം സ്നേഹിക്കുന്ന, റബ്ബിന് വേണ്ടി പരസ്പരം കാരുണ്യം കാണിക്കുന്ന ഒരു മനസ്സിന്റെ ഉടമകളാവണം. അങ്ങനെ ചിന്തിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ
അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവെ, അറിഞ്ഞുമറിയാതെയും ഒരുപാട് തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോകുന്നുണ്ട് റബ്ബെ. എല്ലാം വിട്ടുപുറത്തു മാപ്പാക്കി നിന്റെ സ്വർഗത്തിൽ ഇതേ രൂപത്തിൽ നീ ഞങ്ങളെ ഒരുമിപ്പിച്ചു കൂട്ടണമേ. നാദാ, മക്കളില്ലാതെ പരീക്ഷിക്കപ്പെടുന്ന ഇണകൾക്ക് മക്കളെന്ന അനുഗ്രഹം നൽകി ഓരോ കുടുംബങ്ങളോടും നീ കാരുണ്യം കാണിക്കണമേ. അള്ളാഹുവിന്റെ പരീക്ഷണത്തിൽ ക്ഷമയോടെ നേരിടാൻ ഓരോ മനസ്സുകൾക്കും ഈമാനിന്റെ കരുത്തും തഖ്വയും നീ പ്രദാനം ചെയ്യണമേ. അള്ളാഹുവെ, ചെറുതും വലുതുമായ പല അസുഖങ്ങളിലും ബുദ്ധിമുട്ടുന്നവർ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട് നാഥ. എല്ലാം എളുപ്പത്തിൽ ശിഫ നൽകി ആഫിയത്തോടെ ദീർഘായുസോടെ ജീവിക്കാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നീ തൗഫീക്ക് നൽകണമേ. നാഥ, അപ്രതീക്ഷിതമായ മരണത്തിൽ നിന്ന്, വേദനാജനകമായ സുക്കേടുകളിൽ നിന്ന് നീ ഞങ്ങളുടെ നാടിനെയും മക്കളെയും കുടുംബത്തെയും ഞങ്ങളുടെ സാമ്പത്തിക രംഗം പോലും നീ സഹായിച്ച് സംരക്ഷിച്ച് ഞങ്ങളോട് കാരുണ്യം കാണിക്കണമേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് അൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഹു മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദിൽ അശ്ശിർക വൽ മുശ്രികീൻ. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. അള്ളാഹുവെ, പ്രാർത്ഥിക്കണമെന്ന് വസിയത്ത് തന്നവരുണ്ട്. അങ്ങേയറ്റം രോഗം ബാധിച്ച് ഹോസ്പിറ്റലിൽ വെന്റിലേറ്ററിൽ വരെ കിടക്കുന്ന വ്യക്തികൾ. എന്താണോ റബ്ബെ ഓരോരുത്തർക്കും ഹൈറായത്, ആ ഹൈറിലേക്ക് അവർക്ക് നീ സമാധാനം നൽകണമേ. മരിച്ചുപോയ ഞങ്ങളുടെ സഹോദരി സഹോദരന്മാർ, മാതാപിതാക്കൾ, മക്കൾ, ഭാര്യമാർ, ഭർത്താക്കന്മാർ എല്ലാവരുടെയും ഖബർ നീ വിശാലമാക്കുകയും അവരെയും ഞങ്ങളെയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിപ്പിച്ചു കൂട്ടുകയും ചെയ്യണമേ. റബ്ബെ, ബാധ്യതകളില്ലാതെ, ഹറാമായ കടബാധ്യതകളില്ലാതെ, പലിശ ലോൺ ഇടപാടുകളില്ലാതെ ഹലാലായ നിലക്ക് ജീവിച്ചു മരിക്കുന്ന മുത്തഖീങ്ങളിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ.